Hey guys, welcome back to Frack Stories. So, ഇപ്പോൾ ടൈം ആക്ച്വലി 10:55 ആകുന്നു. ഇന്ന് പെർഫ്യൂമിനെ പറ്റി പറയുന്നതിന് മുമ്പിട്ട് ചെറിയൊരു കാര്യം പറയാം. ഞാൻ യൂഷ്വലി ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂമുകൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡിസൈനർ അല്ലെങ്കിൽ നീഷ് പെർഫ്യൂംസ് ഒക്കെ ഒരു 10,000-15,000 രൂപയ്ക്കൊക്കെ വാങ്ങുന്നതിന് പകരം അതിൻ്റെ ഒരു 1/3 ഓഫ് ദ പ്രൈസിന് നമുക്ക് ആക്ച്വലി അതിൻ്റെ ഒരു സെയിം DNA, ഓൾമോസ്റ്റ് സിമിലർ DNA നമുക്ക് ഒരു 2,000-2,500 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഒരു വാല്യൂ, അത് പ്രൊവൈഡ് ചെയ്യുന്നൊരു വാല്യൂ, ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും കൂടുതലും മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂമുകൾ വാങ്ങുന്നത്. കാരണം എല്ലാവർക്കും എല്ലാ പെർഫ്യൂമുകളും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസിങ്ങിൽ ഓൾമോസ്റ്റ് സിമിലർ DNA കിട്ടുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ യൂഷ്വലി അത് വാങ്ങുന്നത്. അപ്പം അത് എപ്പോഴും വർക്കൗട്ട് ആകാറില്ല. ചില സമയങ്ങളിൽ നമുക്ക് നല്ല ബാങ്ക് ഫോർ ബക്ക് എന്ന് പറയുന്ന പോലെ നല്ല നല്ല പെർഫ്യൂമുകൾ കിട്ടാറുണ്ട്. ചിലപ്പോൾ കഥ ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആകും. സോ ഇന്ന് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമുണ്ട്, ഒരു ഡിസൈനർ ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഞാനത് ആദ്യം അതിനെപ്പറ്റി പറയാം. അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയ ആ ഒരു മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡിനെ പറ്റിയിട്ടും ആ പെർഫ്യൂമിനെ പറ്റിയിട്ട് സംസാരിക്കാം. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഇതതിൻ്റെ ഡീക്കൻ്റാണ്, ജെന്റിൽമാൻ ജിവാഞ്ചി റിസർവ് പ്രിവേ. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം, ഞാനിത് കുറച്ച് നാൾ ഇതിനെ പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തു. ഇത് വാങ്ങണമെന്ന് പറയുമ്പോൾ ഡീക്കൻ്റ് വാങ്ങുന്ന എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ച ശേഷം ഞാൻ വാങ്ങിച്ച ഒരു ചെറിയൊരു ഡീക്കൻ്റാണിത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്നിഫ് ചെയ്തപ്പോൾ തന്നെ വളരെ നന്നായി എനിക്ക് ഇതിൻ്റെ DNA എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്തുള്ള ഒരു ബൂസി, ഐറിസ്, വുഡി, പൗഡറി, ഈ ഒരു DNA ആണ് ഇതിനകത്ത് വരുന്നത്. എനിക്കത് നല്ല രീതിയിൽ എനിക്കത് വർക്കൗട്ടായി. സോ അങ്ങനെ ഞാൻ പിന്നെയും കുറച്ചുകൂടെ ഡീപ്പായിട്ട് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു DNA ക്ലോൺ ചെയ്തിരിക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡ് ഞാൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു പെർഫ്യൂം ഞാനൊരു 4-5 months മുമ്പിട്ട് ഞാൻ ആക്ച്വലി ഇത് പർച്ചേസ് ചെയ്തു. സോ ആ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിമയ ഇനക്കസ് ലൂണ. സോ ഇത് സിമയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇനക്കസ് ലൂണ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ക്ലോണിങ് ദി OG റിസർവ് പ്രിവേ. സോ ഇത് ആക്ച്വലി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പെർഫ്യൂം എടുത്തു. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ടെസ്റ്റർ സ്ട്രിപ്പ് കിട്ടും. അതായത് നമ്മൾ ഒരുപാട് ഡീക്കൻ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ടെസ്റ്റർ സ്ട്രിപ്പുകൾ കിട്ടും. അപ്പോൾ ഞാൻ ആക്ച്വലി ടെസ്റ്റർ ഈ ഇനക്കസ് ലൂണയും അതുപോലെ തന്നെ ജെന്റിൽമാൻ ജിവാഞ്ചിയും സ്പ്രേ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്കത് ഭയങ്കര ഹാപ്പിയായി. കാരണം ടെസ്റ്റർ സ്ട്രിപ്പിൽ ജിവാഞ്ചി, ജെന്റിൽമാൻ റിസർവ് പ്രിവേയും ഇനക്കസ് ലൂണയും ഈ സെയിം ടു സെയിം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെപ്പോലെ ഒരു ബിഗിനറിന് അതിനകത്തുനിന്ന് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ആ ടെസ്റ്റർ സ്ട്രിപ്പിൽ ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു ക്ലോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ആ സമയത്ത് ആക്ച്വലി എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറയുന്നത് എനിക്ക് പിന്നെയും ഒരു 2,000 രൂപയ്ക്ക്, കാരണം ജിവാഞ്ചി, ജെന്റിൽമാൻ റിസർവ് പ്രിവേ ഏകദേശം ഒരു 9,000 to 11,000 വരുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ആ പെർഫ്യൂമിൻ്റെ സ്ഥാനത്താണ് ഞാൻ വെറും 2,000 രൂപയ്ക്ക് ഈ ഇനക്കസ് ലൂണ എന്ന് പറയുന്ന പെർഫ്യൂം വാങ്ങി. അത് ടെസ്റ്റർ സ്ട്രിപ്പിൽ സെയിം ടു സെയിം പോലെ എനിക്ക് ഫീലായി. അത് ഞാൻ കുറച്ച് ബിഗിനർ ആയതുകൊണ്ടും പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് യെസ് എന്നുള്ളൊരു ഫീൽ വന്നു ആക്ച്വലി. പക്ഷേ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് പോലും ആ ഒരു സന്തോഷം ആക്ച്വലി നിന്നില്ല. കാരണം ഞാനത് പിന്നെ സ്കിന്നിലും ക്ലോത്തിലും ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഈ സാധനം OG സാധനവുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ കീ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിൻറ്റഡ് ആകാനായിട്ടുള്ളൊരു കീ റീസൺ എന്ന് പറയുന്നത്, ജെന്റിൽമാൻ റിസർവ് പ്രിവേയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ബൂസി നോട്ടാണ്. അതായത് അതിലൊരു വിസ്കിയുടെ നോട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നോട്ടുകളിലൊന്നാണ് ആ വിസ്കി നോട്ട്. കാരണം അത് തരുന്നൊരു ഫീലുണ്ട് ഈ ഒരു റിസർവ് പ്രിവേക്ക്. അത് ആക്ച്വലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ഒരു പ്രീമിയം വിസ്കി നിങ്ങളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിൽ ഒരു 2-3 ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് ജെന്റിൽമാൻ റിസർവ് പ്രിവേ. അതായത് അത് ആക്ച്വലി അപ്പം നമ്മൾ ഐസ് ക്യൂബ് ഇടുമ്പോൾ
ആ വിസ്കിയുടെ നോട്ടൊക്കെ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ആവുമല്ലോ. ആ വിസ്കിയുടെ നോട്ടും ഐസ് ക്യൂബും ഒക്കെ ഒന്ന് എൻഹാൻസ് ആയി അതിൻ്റെ ഒരു വിസ്കിയുടെ ഒരു അരോമയൊക്കെ ഒന്ന് സ്പ്രെഡായി കുറച്ചുകൂടെ അത് സ്ട്രോങ് ആവില്ലേ, അതാണ് റിസർവ് പ്രിവേ. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങളൊരു വിസ്കി എടുത്തിട്ട് അതിലേക്ക് വെള്ളം, അതായത് നോർമൽ പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ച് നേർപ്പിച്ച് വരുമ്പം എന്താണോ കിട്ടുന്നത് അതാണ് ഈ ഇനക്കസ് ലൂണയിൽ വരുന്നത്. കാരണം ഇതൊരു വാട്ടർ ഡൗൺ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ആ ഒരു വിസ്കി നോട്ടെന്ന് പറയുന്നത് തുടക്കം ഒരു കൂടി വന്നാൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ ഓൾറെഡി ഇപ്പോൾ സ്പ്രേ ചെയ്താണ്. ഓൾറെഡി ആ വിസ്കി നോട്ട് ഇതിനകത്തുനിന്ന് നേർത്ത് പോകുന്നുണ്ട്. കാരണം അത്ര സ്ട്രോങ് അല്ല. അതൊരു മാക്സിമം ഒരു 5-10 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ഇനക്കസ് ലൂണയിൽ ആ വിസ്കി നോട്ട് വരുള്ളൂ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോട്ട് ഇതിൽ മിസ്സിങ് ആണ്. സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻറ്റ്. സോ ഇറ്റ് വിൽ ഹാപ്പൻ. പക്ഷേ ഇതിന് DNA എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ലാത്ത DNA ആണ്. ഇതിൻ്റെ വൈബ്, ഇതിൻ്റെ DNA എന്നൊക്കെ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിനെ ക്ലോൺ ചെയ്യാനായിട്ട്. പക്ഷേ ചില DNAs അത് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യണം. ഒരിക്കലും നമുക്ക് ഒരു മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂം ഒരു 100% 1:1 അല്ലെങ്കിൽ അതിൻ്റെ ബ്ലെൻഡ് ക്വാളിറ്റി ഇതിനകത്ത് കിട്ടുമെന്നോ ഇതൊന്നും നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ചില പെർഫ്യൂം ആക്ച്വലി ലൈക്ക് അതിൻ്റെ ഒറിജിനൽ ക്രിയേഷനോട് വളരെ അടുത്ത് പെർഫോമൻസ് വൈസും ക്വാളിറ്റി വൈസും ഒക്കെ അടുത്തടുത്ത് വരാറുണ്ടെങ്കിലും ഇത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും അത് അതേപോലെ സംഭവിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സെൻ പ്രൊഫൈൽ, ഇതിൻ്റെ ഒരു DNA പറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ആക്ച്വലി ഇപ്പോൾ ഒരു റിസർവ് പ്രിവേയുടെ റിവ്യൂ പറയുന്നതാണ് ആക്ച്വലി കുറച്ചുകൂടെ ബെറ്റർ. കാരണം എവിടെയാണ് ഈ സിമയ ഫോൾ ഷോട്ട് ആയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈ ഡൗണിലേക്കൊക്കെ വരുമ്പോൾ റിസർവ് പ്രിവേയിൽ ആ ഒരു വിസ്കി നോട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ആക്ച്വലി പോവില്ല. അത് അറൗണ്ട് ഒരു 1 hour കഴിഞ്ഞാലും 2 hours കഴിഞ്ഞാലും അത് കുറച്ചൊന്ന് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു വീര്യം കുറച്ച് കുറയുമെങ്കിലും നമുക്കത് നല്ല രീതിയിൽ സെൻസ് ചെയ്യാൻ പറ്റും. അതായത് ആ വിസ്കി നോട്ട് അതിന് കൊടുക്കുന്നൊരു ഡെപ്ത് ഉണ്ട്. ഒരു അണ്ടർനീത്ത് അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇനക്കസ് ലൂണയിലില്ല. പിന്നെ ഇതിൻ്റെ ഒരു വൈബ്, ഇപ്പോൾ ഞാൻ റിസർവ് പ്രിവേയുടെ ഒരു വൈബ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ക്ലബ് ഡിനുയിറ്റ് ആയിക്കോട്ടെ, ലൈക്ക് റിഫാക്കത്ത് ആയിക്കോട്ടെ, ഈ പെർഫ്യൂമിലൊക്കെ നമ്മൾ പറഞ്ഞല്ലേ ഒരു ബോസി നേച്ചർ അല്ലെങ്കിൽ ഒരു മാനേജർ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു കീ റോളിലിരിക്കുന്ന ഒരു ഡിസിഷൻ മേക്കേഴ്സ് ഒക്കെയാണ്. അങ്ങനെ അതിൻ്റെ ഒരു വൈബ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത് ഇതിൻ്റെ അല്ല, റിസർവ് പ്രിവേയുടെ വൈബ് എന്നൊക്കെ പറയുന്നത് നിങ്ങളതിൻ്റെ ഒരു കമ്പനിയുടെ ഓണർ, നിങ്ങൾക്ക് മേലെ വേറെ ആരും ഇല്ല, അങ്ങനെ ഒരു വൈബാണ് ഇതിൽ വരിക. കാരണം ഇതൊരിക്കലും ഒരു അറ്റൻഷൻ ലൈക്ക് ഒരു സ്ക്രീം ചെയ്യുന്നൊരു പെർഫ്യൂം അല്ല. വളരെ സട്ടിലായിട്ട് നിങ്ങളുടെ പ്രസൻസ് എല്ലാവരിലേക്കും, ലൈക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ സട്ടിലായിട്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു തരത്തിലുള്ള പെർഫ്യൂമാണിത്. അതായത് ലൈക്ക് നിങ്ങൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്, നിങ്ങളൊരു കമ്പനി ഓണറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡൊമിനൻറ്റ് പേഴ്സണാലിറ്റി ആണെന്ന് വളരെ സട്ടിൽ വേയിൽ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക്, അതായത് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1 to 1.5 feet ഒക്കെ വരുള്ളൂ. ഒരു ഹെവി പ്രൊജക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതൊരു സ്ട്രോങ് സ്കിൻ സെൻ്റായാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് സ്കിൻ സെൻ്റ് ആകുമ്പോൾ നിങ്ങളുടെ ചുറ്റും വരുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, നിങ്ങൾ എത്രത്തോളം ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. എസ്പെഷ്യലി ഇതിൽ ആ ബൂസി നോട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പവർഫുൾ ക്യാരക്ടർ, ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയാണ് നിങ്ങളെന്നുള്ളൊരു ഫീല് റിസർവ് പ്രിവേ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഇത് കൊടുക്കും. അങ്ങനെ ഒരു ഓറ നിങ്ങൾക്ക് ചുറ്റും ക്രിയേറ്റ് ആവും. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് അപ്പ് സ്ട്രോങ് ഒരു കമ്പനി മുതലാളി വൈബൊക്കെയാണ് ഇതിനകത്തുനിന്ന് വരിക. കുറച്ചുകൂടെ ഒന്ന് ലൈക്ക് ഒരു ഫാൻസി രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീക്കി ബ്ലൈൻഡേഴ്സിലെ തോമസ് ഷെൽബി ഇല്ലേ, സോ തോമസ് ഷെൽബി ഒരു പെർഫ്യൂം ചൂസ് ചെയ്താൽ പുള്ളിയുടെയൊക്കെ പെർഫ്യൂം എന്ന് പറയുന്നത് ഈ പേര് പോലെ തന്നെ ജെന്റിൽമാൻ റിസർവ് പ്രിവേ ആയിരിക്കും. കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറുള്ള ഒരു പെർഫ്യൂമാണിത്. സോ ഇങ്ങനത്തെ ഒരു വൈബായിരുന്നു ഇത് കറക്റ്റായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇതിനകത്തുനിന്ന് കിട്ടേണ്ടത്. പക്ഷേ ഇറ്റ് falls short on the vibe, it falls short on the performance as well, because
ഈവൻ ദോ റിസർവ് പ്രിവേ ഒരു ബീസ്റ്റ് മോഡ് പെർഫോമർ അല്ലെങ്കിലും നമുക്കൊരു 1 to 2 hours ഒക്കെ പ്രൊജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഈവനിങ് വരെയൊക്കെ നിൽക്കുമെന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ സെൻ്റ് എന്നുള്ളൂ, ഒരു 2 മണിക്കൂറിന് ശേഷം റിസർവ് പ്രിവേ ഒരു സ്കിൻ സെൻ്റാണ്. പക്ഷേ ഈവനിങ് വരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ക്ലോത്തിലും സ്കിന്നിലും അതിൻ്റെ ഒരു പ്രസൻസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇനക്കസ് ലൂണ പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുറച്ച് പുറകോട്ടാണ്. ഒരു ഹാർഡ്ലി ഒരു 4-5 hours ഒക്കെയാണ് മാക്സിമം ഇത് നിൽക്കുക. അതും നിങ്ങളൊരു AC എൻവിറോൺമെൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങളൊരു ഔട്ട്സൈഡിലൊക്കെ പോകുന്ന, അതായത് ഒന്നെങ്കിൽ ഒരു കാറിൽ നിന്ന് ഇറങ്ങി ഒരു AC ഓഫീസിലൊക്കെ കയറും, അങ്ങനത്തെയുള്ള സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു മാക്സ് ടു മാക്സ് ഒരു 5-6 hours വരെയൊക്കെ നിൽക്കുകയുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ ഐ തിങ്ക് ഇറ്റ് ക്യാൻ ഈസിലി ഒരു 4-5 hours വരെയൊക്കെ മാക്സിമം നിൽക്കും. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ച് വീക്കാണ് ഇനക്കസ് ലൂണ. ടോട്ടൽ ഓവറോൾ വൈബിൻ്റെ കാര്യത്തിലും കുറച്ച് വീക്കാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റി തന്നെയാണ് റിസർവ് പ്രിവേ. പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂം ആകേണ്ടിയിരുന്നൊരു പെർഫ്യൂമാണ് ഇത്. ഇനിയിപ്പം ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഒരു 4-5 മാസത്തേക്ക് ഇതിനെ എടുക്കാതെ കബോർഡിനുള്ളിൽ വെച്ച് ക്ലോസ് ചെയ്യുക. ഒന്ന് മാസറേഷനൊക്കെ കഴിഞ്ഞൊരു 5-6 monthsന് ശേഷം ഇത് എത്രത്തോളം ബെറ്റർ ആകും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു DNA കുറച്ചുകൂടെ ബെറ്റർ ആകുമോ, ആ ഒരു ബൂസി നേച്ചർ തിരിച്ചു വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, എനിക്കത്ര ഹൈ എക്സ്പെക്റ്റേഷൻ ഇതിലില്ല. കാരണം ഇത് അത്ര സ്ട്രോങ് അല്ല. പിന്നെ ആ ഒരു ബ്രാൻഡ് കൊടുക്കുന്ന ഒരു ബ്ലെൻഡ് ക്വാളിറ്റി, അതായത് റിസർവ് പ്രിവേ കൊടുക്കുന്ന ഒരു ബ്ലെൻഡ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഐറിസ് നോട്ട്, അല്ലെങ്കിൽ ആ ഒരു ബൂസി നോട്ട് എനിക്ക് തോന്നുന്നില്ല അത് അത്രയും പ്രോപ്പറായിട്ട് ക്ലോൺ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. സോ നോക്കാം, നമുക്ക് എന്തായാലും ഒരു 3-4 മാസം നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും. അപ്പം ഇതെൻ്റെ എക്സ്പെക്റ്റേഷനെ ആ സമയത്ത് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ആൻഡ് ഇഫ് നോട്ട്, നമുക്ക് വേറെയും പെർഫ്യൂം കൂടെ നോക്കാം. വേറെയും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കുമല്ലോ മാർക്കറ്റിൽ, നമുക്കതും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ, ആൻഡ് ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.